2025 തമ്പുരാൻ. അല്ലാതെ അതല്ല തമ്പുരാൻ, ഇതാണ് തമ്പുരാൻ. സൂപ്പർ ഗെയിം ത്രില്ലർ. നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല. സൂപ്പർ സെറ്റപ്പ് സെറ്റപ്പ്. വീട്ടിൽ പോയി പബ്ജി കളിച്ചിട്ട് ആക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അടിപൊളി കൊള്ളാം. ആക്ഷൻ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ഫസ്റ്റ് ഹാഫ് പോലല്ല, സെക്കൻഡ് സസ്പെൻസ്. ഗെയിം ത്രില്ലർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇത് കൊള്ളാം. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രസന്റ് ചെയ്തൊക്കെ രീതിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി ആണ്. ഒരു ഗെയിം മൂവി. നമുക്കൊക്കെ എങ്ങനെയുണ്ട്? പദ്ധതി നമുക്കൊരു നല്ലൊരു ആക്ടിങ് ആണ്. പിന്നെ ഗെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ലാസ്റ്റിൽ ഒരു ഗെറ്റപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു റോള് കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഒരു ഡിഫറെന്റ് കഥയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസം കണ്ടിരിക്കാനായിട്ട്. ഇന്ത്യൻ സിനിമയെന്നല്ല, ലോക സിനിമയിൽ തന്നെ ഒരു സ്റ്റൈൽ മന്നൻ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയേ ഉള്ളൂ. അതുപോലാതെ ഒരു മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു സസ്പെൻസ്, പടത്തിന്റെ സസ്പെൻസ് ക്ലൈമാക്സ് വന്നപ്പോഴൊക്കെ നമ്മള് ശരിക്കും അങ്ങ് രസിച്ച് എൻജോയ് ചെയ്തു. നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ടോ? പിന്നെ അതാ പറയാ, നമ്മള് ക്ലൈമാക്സ് ചെയ്യുമ്പോ നമ്മള് രസിച്ചു പോകും. ക്ലൈമാക്സ് ചെയ്യുമ്പോ നമ്മള് ആരാണ് വില്ലൻ, ആരാണ് ഗെയിമർ എന്നൊക്കെ നമ്മള് ഒരുപാട് നമുക്ക് പ്ലാൻ വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ സസ്പെൻസ്, സൂപ്പർ സസ്പെൻസ്, ആവേശമുണ്ട് കാണാൻ. BGM ഒക്കെ നല്ല കിടിലൻ BGM. ക്ലൈമാക്സ് വന്നപ്പോഴാണ് പടത്തിന്റെ ആ ഒരു എനർജി വന്നത്. 6 അടി എന്ന ഇഷു ഈശ്വരൻ പൊക്കി.